ബജറ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഭാഗമാണ് സാധാരണക്കാരായ കച്ചവടക്കാർ, വൻകിട കച്ചവടക്കാർ, സാധാരണക്കാരായ കച്ചവടക്കാർ. അവരെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിനെ കുറിച്ച് കച്ചവടക്കാർക്ക് എന്താണ് പറയാനുള്ളത്? അത് 24 പരിശോധിക്കുന്നു അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളുള്ള ബ്രോഡ്വേയിലാണ്. ഇന്ന് ബഡ്ജറ്റ് വരുമ്പോൾ ബ്രോഡ്വേയിലെ കച്ചവടക്കാരുടെ പ്രതീക്ഷ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിങ്ങനെ കഴിഞ്ഞാൽ പോരാ, ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രതീക്ഷിക്കണം അവർ ചെയ്യണ പോലെയല്ലേ നമ്മൾ പൊതുജനമല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ നിന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മൊത്തത്തിൽ ഇപ്പോൾ മോശത്തിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. പിന്നെ അവർ എന്ത് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അവരൊന്നും ചെയ്യാൻ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടാണ് കുറച്ച്. അതുപോലെ എനിക്കിപ്പോൾ പെൻഷനൊന്നും കിട്ടണില്ല. ഇനി വോട്ട് വരെടുക്കാൻ വേണ്ടി അവർ വിട്ട് കാശ് കിട്ടുക. മരുന്നിനൊക്കെ വലിയ കഷ്ടപ്പാടാണ് മോളെ. ബഡ്ജറ്റ് നല്ല രീതിയിൽ തന്നെ വരും. ബഡ്ജറ്റ് നല്ല രീതിയിൽ ഈ സർക്കാർ നല്ല രീതിയിൽ തന്നെ ചെയ്യും. അടുത്ത പറഞ്ഞത് ഈ സർക്കാർ തന്നെ ആയിരിക്കും നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ട് നല്ല ബഡ്ജറ്റായിരിക്കും വരുന്നത്. ബജറ്റിനെ കുറിച്ച് കച്ചവടക്കാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. എന്താണെങ്കിലും ബജറ്റ് എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ക്യാമറാമാൻ അനുവിനൊപ്പം ബ്രോഡ്വേയിൽ നിന്ന് വിനീത VG 24. അതങ്ങനെയാണ്. അപ്പോൾ സാധാരണക്കാരനെ ഏത് രീതിയിലാണ് ബജറ്റ് ബാധിക്കുക? പ്രതീക്ഷയോടെ കാണുന്നവരുണ്ട്, ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നവരുണ്ട്, ആശങ്കയോടെ നോക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ബജറ്റിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല മേഖലയിൽ. കേന്ദ്രവിഹിതത്തിൽ 54,000 കോടിയുടെ കുറവുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു. പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി സർക്കാരിൻ്റെ ഘടകാര്യസ്ഥതയാണെന്ന വിമർശനം ശക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടി എന്തൊക്കെയായിരിക്കും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു.